ബാക്ക് ടു MS സൊല്യൂഷൻ. നിങ്ങളുടെ കാർത്തിക മിസ് ആണ്. അപ്പോൾ നാളത്തെ മാത്സ് എക്സാമിന് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തായാലും എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് മിസ് വരെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം, വളരെ കൃത്യമായി പഠിച്ചു പോവുക. ബിക്കോസ് എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആൻഡ് ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് മിസ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. എൻ്റെ കുട്ടികൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കാണാം. അപ്പോൾ ചോദ്യം ഇതാണ് മക്കളെ. ഡ്രോ എ ലൈൻ AB 9 സെന്റിമീറ്റർ ലോങ്. എന്ത് ചെയ്യണം? 9 സെന്റിമീറ്റർ നീളത്തിൽ AB എന്നൊരു വര നമ്മൾ വരയ്ക്കണം. മാർക്ക് എ പോയിന്റ് P ഓൺ ഇറ്റ്. എന്ത് ചെയ്യാം? അതിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു ബിന്ദു നമ്മൾ അടയാളപ്പെടുത്തണം. ദ ലെങ്ത് ഓഫ് AP ആൻഡ് PB ഷുഡ് ബി ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ AP എന്ന് പറയുന്ന നീളവും PB എന്ന് പറയുന്ന നീളവും ഏത് അംശബന്ധത്തിലായിരിക്കണം? 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിലായിരിക്കണം. ഹൗ ഫാർ എവേ ഫ്രം A ഷുഡ് വി മാർക്ക് P? എയിൽ നിന്ന് എത്ര അകലത്തിൽ വേണം നമ്മൾ P എന്ന് പറയുന്ന ബിന്ദു അടയാളപ്പെടുത്തേണ്ടത്? കണക്ക് കൂട്ടി അടയാളപ്പെടുത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം. അതിനുശേഷം 9 സെന്റിമീറ്റർ ലൈൻ വരച്ചിട്ട് അതിലൊരു P എന്ന് പറയുന്ന ബിന്ദു മാർക്ക് ചെയ്യണം. അതിൻ്റെ അംശബന്ധം എന്തായിരിക്കണം? 1:2. അല്ലെ, ഇപ്പൊ റഫായിട്ട് മിസ് പറയുകയാണെങ്കിൽ ഇതുപോലെ മിസ് AB എന്ന് പറയുന്ന ഒരു വര വരയ്ക്കുന്നു. അതിൻ്റെ ആകെ നീളം 9 സെന്റിമീറ്റർ ആണ്. ഇനി മിസ്സിന് എന്ത് ചെയ്യണം? P എന്ന് പറയുന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തണം. ഇവരുടെ അംശബന്ധം PB എന്ന് പറയുന്ന അംശബന്ധം എത്രയായിരിക്കണം? 1:2 ആയിരിക്കണം എന്നാണ് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയേണ്ടത് AP എന്ന് പറയുന്നത് എത്ര നീളമാണ് എടുക്കേണ്ടത്, PB എന്ന് പറയുന്നത് എത്ര നീളമാണ് എടുക്കേണ്ടത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുക? എങ്ങനെ നമ്മൾ ഈ ചോദ്യം ചെയ്യും? മക്കളെ, നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് അംശബന്ധം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ APയുടെ നീളം എന്താക്കിയെടുക്കും? ലെറ്റ് AP ഈക്വൽ ടു, അല്ലേ, APയുടെ നീളം ലെറ്റ് AP ഈക്വൽ ടു X എന്നെടുക്കും. ഓക്കെ, APയുടെ നീളം നമ്മൾ X ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ PBയുടെ നീളം എത്രയായിരിക്കും? AP X ആയി എടുക്കാൻ കാരണം ഇവിടെ 1 ആയതുകൊണ്ടാണ്. ഇനി PBയുടെ നീളം അപ്പോൾ എത്രയായിരിക്കും? 2X ആയിരിക്കും, അല്ലേ. ഇനി AP അതേപോലെ തന്നെ PB, ഇവ രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? AB കിട്ടും, അല്ലേ. ഈ AP എന്ന് പറയുന്ന നീളവും PB എന്ന് പറയുന്ന നീളവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് AB കിട്ടും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, X + 2X = 9 സെന്റിമീറ്റർ ആണല്ലോ. Xഉം 2Xഉം തമ്മിൽ ചേരുമ്പോൾ എത്രയാണ് മക്കളെ? 1 ആപ്പിൾ + 2 ആപ്പിൾ. എത്ര ആപ്പിളാ? 3 ആപ്പിൾ. അപ്പോൾ എനിക്കിവിടെ 3X എന്ന് കിട്ടും. 3X = 9. ഇനി അതിൽ നിന്നും എനിക്ക് Xന്റെ വില കണ്ടുപിടിക്കണം. Xന്റെ വില കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഈ ഇരിക്കുന്ന 3നെ ഞാൻ 9ന്റെ അടിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? ഇവിടെ 3 × X ആണെങ്കിൽ അത് വലത് ഭാഗത്തിലേക്ക് വരുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 3, 9നെ 3 കൊണ്ട് ഹരിക്കുന്നു എന്നായി മാറും. അപ്പോൾ X = 9 ഹരിക്കണം 3, അല്ലെ, 9നെ 3 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എനിക്ക് X = 3 എന്ന് കിട്ടും, അല്ലെ. X = 3. ഇനി എനിക്ക് എന്ത് ചെയ്യാം? APയുടെ നീളവും PBയുടെ നീളവും എഴുതാൻ പറ്റും, അല്ലെ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും AP എന്ന് പറയുന്ന നീളം X ആയിരുന്നു, സോ 3 സെന്റിമീറ്റർ. ഇനി PB എന്ന് പറയുന്ന നീളം 2X ആയിരുന്നു, അതുകൊണ്ട് 2 × 3 6 സെന്റിമീറ്റർ. അപ്പോൾ APയുടെ നീളം 3 സെന്റിമീറ്ററും PBയുടെ നീളം 6 സെന്റിമീറ്ററും. ഇനി നമുക്ക് വരയ്ക്കാലോ? ഇനി നമുക്ക് വരയ്ക്കാൻ പറ്റും. വരയ്ക്കാനായി എൻ്റെ കുട്ടികൾ സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തതിന് ശേഷം 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ മിസ്സോട് വരയ്ക്കാൻ പോവാണ് കേട്ടോ. 0ൽ നിന്ന് തുടങ്ങി മിസ് 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ലൈൻ വരച്ചാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. A എന്നുള്ളതും B എന്നുള്ളതും നമ്മൾ അടയാളപ്പെടുത്തി. ഇതിൻ്റെ നീളം 9 സെന്റിമീറ്റർ. ഇനി നമുക്ക് P എന്ന് പറയുന്ന ബിന്ദു എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്? നമ്മളോട് ചോദിച്ചത് ഹൗ ഫാർ എവേ ഫ്രം A ഷുഡ് വി മാർക്ക് P?
പി നമ്മൾ എയിൽ നിന്നും എത്ര അകലത്തിലാണ് അടയാളപ്പെടുത്തേണ്ടത്? അപ്പോൾ എത്ര അകലത്തിലായിരുന്നു? 3 സെന്റിമീറ്റർ അകലത്തിൽ അല്ലേ? അപ്പോൾ എയിൽ നിന്നും 3 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പി അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ദാ ഇവിടെയാണ് നമ്മുടെ പി വരുന്നത്. ഈ നീളം 3 സെന്റിമീറ്ററും പി ബി എന്ന് പറയുന്ന നീളം 6 സെന്റിമീറ്ററും. അപ്പം നമ്മൾ വരച്ചു കഴിഞ്ഞുല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ലൈൻ സെഗ്മെന്റിനെ നിങ്ങളോട് ഇത്ര അംശബന്ധത്തിൽ മുറിക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എഴുതേണ്ടത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, നാളത്തെ നിങ്ങളുടെ 7ാം ക്ലാസ്സിൻ്റെ മാത്സ് എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ഇതുവരെ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ എന്തായാലും പഠിക്കുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുമാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മിസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യം 7 മണിക്ക് തന്നെ എത്തുക. ഇനി ഇന്നത്തെ ലൈവിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. കൃത്യം 7 മണിക്ക് നിങ്ങൾ എല്ലാവരും എത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക.